ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ദ മദർ ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മളുടെ ലേണേഴ്സ് കോർണർ എന്ന് പറയുന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്? അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തേടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു മദർ ട്രീൻ്റെ മുകളിലാണ് ഇവരുടെ നെസ്റ്റ്, അതായത് കൂടുള്ളത്. ആ കൂട്ടിനുള്ളിൽ കുറച്ച് ലിറ്റിൽ സ്പാരോസ് ഉണ്ട്, അതായത് ചെറിയ കുരുവിക്കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അമ്മയായിട്ടുള്ള മദർ സ്പാരോ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫുഡ് തേടാൻ വേണ്ടി പോയി. എന്നിട്ടോ പോയതിന് ശേഷം അവർക്ക് എന്ത് കിട്ടി? കുറേ ചെറിപ്പഴങ്ങൾ കിട്ടി. അത് കുറേ അമ്മക്കിളി കഴിക്കുകയും ചെയ്തു. പിന്നെ കുറേ മക്കൾക്ക് വേണ്ടി എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു അമ്മക്കിളീൻ്റെ കൂടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത്, ആ ഒരു ഭാഗത്തായിട്ട് തീ പടർന്നിരിക്കുന്നത് ഈ ഒരു അമ്മക്കിളി കാണുകയും ടെൻഷൻ ആവുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, ബാക്കിയുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി എങ്ങോട്ടെന്നില്ലാതെ പരക്കം പായുന്ന ആരെയാണ് ഈ അമ്മക്കിളി കാണുന്നത്. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ സ്റ്റോറി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പേജ് നമ്പർ 53 നോക്കാം. ഫയർ എവ്രിവെയർ. എന്താ പറയുന്നത്? ഫയർ എന്ന് പറഞ്ഞാൽ തീയല്ലേ. എവ്രിവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും. അപ്പോൾ തീയാണ്, എല്ലായിടത്തും തീ എങ്ങനെയാണ് പടർന്നിട്ടുണ്ടല്ലേ. ഇറ്റ് വിൽ സ്വോളോ എവ്രിതിങ്. സ്വോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുക എന്നുള്ളതാണ്. അപ്പം തീ എല്ലാത്തിനെയും വിഴുങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? തീ അങ്ങനെ കത്തിപ്പടരും അല്ലേ, അതാണ് പറയുന്നത്. ഓ മൈ ലിറ്റിൽ ചിൽഡ്രൻ, എൻ്റെ കുഞ്ഞു കുട്ടികളെ, എൻ്റെ കുഞ്ഞു മക്കളെ എന്ന് പറയാണ് ആരെ? മദർ സ്പാരോ. ദേ കാൺട്ട് ഫ്ലൈ. അവർക്ക് പറക്കാൻ കഴിയില്ല. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലേ. ദേ കാൺട്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ അവർക്ക് പറക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവർ കുഞ്ഞു കുട്ടികളാണ് അല്ലേ. അതായത് അവർക്ക് അവരുടെ ചിറകടിച്ച് പറക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പറക്കാൻ കഴിയില്ല. ഹൗ ക്യാൻ ഐ സേവ് മൈ ചിൽഡ്രൻ? എനിക്ക് എൻ്റെ കുട്ടികളെ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുക? സേവ് ചെയ്യാന്ന് വെച്ചാൽ രക്ഷിക്കുക കേട്ടോ. അപ്പം അമ്മക്കിളി ഇങ്ങനെ പറയാണ്, എനിക്ക് എങ്ങനെയാണ് എൻ്റെ കുട്ടികളെ സേവ് ചെയ്യാൻ പറ്റുക? മദർ സ്പാരോ ക്രൈഡ് അലൗഡ്. അത് പറഞ്ഞുകൊണ്ട് ഈ അമ്മക്കിളി എന്ത് ചെയ്യാണ്? ക്രൈഡ് അലൗഡ്. ഉറക്കെ കരയാണ്. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ കരഞ്ഞു. ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ. നീം ട്രീൻ്റെ മുകളിലാണ് നമ്മളുടെ ആ ഒരു ലിറ്റിൽ സ്പാരോസ് ഉള്ളത് അല്ലേ. അപ്പോൾ മദർ സ്പാരോ എന്ത് ചെയ്തു? ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ. നീം ട്രീൻ്റെ അടുത്തേക്ക് പോയി. റഷ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, തിരക്കിട്ട് പോയി എന്നുള്ളതാണ് റഷിൻ്റെ മീനിങ് കേട്ടോ. താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നോക്കാം. വിൽ മദർ സ്പാരോ ഫ്ലൈ എബവ് ദ ഫയർ? എന്താ ചോദിച്ചിട്ടുള്ളത്? മദർ സ്പാരോന് ആ ഒരു ഫയറിൻ്റെ മുകളിലൂടെ പറക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈസ് ദർ എനിവൺ ടു സേവ് ദ ലിറ്റിൽ സ്പാരോസ്? ആ ലിറ്റിൽ സ്പാരോസിനെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ആകെയുള്ളത് മരമാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. നമ്പർ 54 നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. വാട്ട് വിൽ ദ നീം ട്രീ ആസ് ദ ഫയർ ടു ഡു? നീം ട്രീ എന്താണ് ഫയറിനോട് ചെയ്യാൻ പറഞ്ഞത്? അതായത് തീയിനോട് ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്സ്. എന്താ പറയുന്നത്? ദ ഫയർ ഗ്രാബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു എന്നുള്ള അർത്ഥമാണ്. ദ നീം ട്രീനെ ആ ഒരു ഫയർ പിടിച്ചു എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ നീം ട്രീയും കത്താൻ തുടങ്ങി. വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്. എന്തുകൊണ്ടാണ് പിടിച്ചത്? അതിൻ്റെ റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് അല്ലേ, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈകൾ. അപ്പോൾ അതിൻ്റെ ചുമന്ന നല്ല ചൂടുള്ള കൈകൾ കൊണ്ട് നീം ട്രീനെ ആര് പിടിച്ചു? തീ പിടിച്ചു എന്നാണ് പറയുന്നത്. അതായത് അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അതായത് തീ കത്തിപ്പടരാൻ തുടങ്ങി, നമ്മളുടെ നീം ട്രീയും കത്താൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ്സ് സോ ഹോട്ട് ഐ ആം ബേണിങ്. അപ്പം നമ്മളുടെ നീം ട്രീ പറയാണ് ഇറ്റ്സ് സോ ഹോട്ട്, ഭയങ്കര ചൂടാവുന്നുണ്ട്. ഐ ആം ബേണിങ്. ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് നീം ട്രീ. ഐ കാൺ ബെയർ ഇറ്റ്. ബെയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഐ കാൺ ബെയർ ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് നീം ട്രീ. ദ ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലേ. അതായത് ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രീനെ എന്ത് ചെയ്യാണ്? കഴിക്കുകയാണ് ഈ ഒരു ഫയർ ചെയ്യുന്നത്. അതായത് കത്തിക്കുകയാണ്, നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തീ ചെയ്യുന്നത്. ദ ഫ്ലെയിംസ് ക്ലൈംഡ് അപ്പ് ആൻഡ് അപ്പ്. എന്താ പറയുന്നത്?
ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീനാളങ്ങൾ. തീനാളങ്ങൾ എന്ത് ചെയ്യാണ്? ക്ലൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കയറി പോവുക. ക്ലൈം അപ്പ് ആൻഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി പോവുകയാണ് തീനാളങ്ങൾ. അതായത് നമ്മളുടെ നീം ട്രീ എങ്ങനെ നേരം പോകുന്നതിനനുസരിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കീ 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 നമ്മളുടെ ലിറ്റിൽ സ്പാരോസ് കുരുവിക്കുട്ടികൾ കരയുകയാണല്ലേ. ദ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് ക്രൈഡ് അലൗഡ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടല്ലേ. ക്രൗഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക. ആ ഒരു കൂട്ടിലുള്ള ബേർഡ്സ് എന്ത് ചെയ്യാണ്? ഉറക്കെ കരയാണ്. പുവർ ലിറ്റിൽ ബേർഡ്സ്. പുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാവം അല്ലേ. ലിറ്റിൽ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കിളികൾ. പാവം കുഞ്ഞിക്കിളികൾ എന്ന് പറയാണ്. ഹൗ ക്യാൻ ഐ സേവ് ദം? സേവ് ദം എന്താണ്? രക്ഷിക്കുക അല്ലേ. ഹൗ ക്യാൻ ഐ സേവ് ദം എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് അവരെ സേവ് ചെയ്യാൻ പറ്റുക എന്ന് ആര് പറയാണ്? ദ ട്രീ തോട്ട് പറഞ്ഞാൽ ചിന്തിക്കാം. നമ്മളുടെ ഈ ഒരു നീം ട്രീ ചിന്തിക്കുകയാണ്. ഓ ഫയർ ടേക്ക് മീ ലിറ്റിൽ വൺസ്. എന്താ പറയുന്നത്? ഓ ഫയറിനോട് പറയാണ് ടേക്ക് മീ, എന്നെ നീ എടുത്തോളൂ, അതായത് എന്നെ കത്തിച്ചോളൂ. ലീവ് ദ ലിറ്റിൽ വൺസ്. ആ ഒരു കുരുവിക്കുട്ടികളെ വെറുതെ വിട്ടേക്കൂ. ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ വിടുക അല്ലേ. അപ്പോൾ വെറുതെ വിട്ടേക്കാൻ പറയുകയാണ്. ദ നീം ട്രീ ബെഗ് ടു ദ ഫയർ. എന്താണ്? നീം ട്രീ ബെഗ് ചെയ്യാണ് ഫയറിനോട്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാചിക്കുക. ആരോടാണ്? ടു ദ ഫയറിനോട് യാചിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്ക്, എന്നെ കഴിച്ചോളൂ എന്ന് പറയാണ്. സോറി ഐ കാൺ സ്റ്റോപ്പ് ബേണിങ്. അപ്പോൾ ഫയർ പറയാണ് സോറി, ക്ഷമിക്കണം, ഐ കാൺ സ്റ്റോപ്പ് ബേണിങ്, എനിക്ക് എന്താണ്? കത്താതിരിക്കാൻ പറ്റില്ല. ദ ഫയർ ഗ്രൂ സ്ട്രോങ് ആൻഡ് സ്ട്രോങ്. അപ്പോൾ ഈ ഫയർ എന്ത് ചെയ്യാണ്? ഗ്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരുക. സ്ട്രോങ് ആൻഡ് സ്ട്രോങ്, ശക്തിയായിട്ട് എന്താണ്? പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ? ഫയർ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് യു വർ ദ ട്രീ വാട്ട് വുഡ് യു സേ? എന്താ പറയുന്നത്? ഇഫ് യു വർ ദ ട്രീ, നീയാണ് അല്ലെ നിങ്ങളാണ് ആ ട്രീ ആയിരുന്നതെങ്കിൽ, ആ ട്രീയുടെ സ്ഥാനത്ത്, ആ മരത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു സേ? നിങ്ങൾ എന്തായിരിക്കും പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. ഈസ് ദർ എനിവൺ ടു ഹെൽപ്പ് ദ ട്രീ ആൻഡ് സ്പാരോസ്? എന്താ ചോദിക്കുന്നത്? അവിടെ ആ സ്പാരോസിനെയും ട്രീനെയും രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. പേജ് നമ്പർ 55 നോക്കാം. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഹൂ കംസ് നിയർ ദ നീം ട്രീ? ആരാണ് നീം ട്രീൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്? ആരാണ്? കാറ്റാണല്ലേ. നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ട്രീ ആസ് ദ വിൻഡ്? ആ ഒരു നീം ട്രീ പിന്നെ കാറ്റിനോട് എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ഓ ദ വിൻഡ് ഈസ് ബ്ലോയിങ് ദിസ് വേ. എന്താണ് ബ്ലോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് വീശുന്നതിനെയാണ് ബ്ലോയിങ് എന്ന് പറയുക. അപ്പം വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു വഴിയിൽ എന്താണ് നീം ട്രീൻ്റെ അടുത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? കാറ്റ് വീശുന്നുണ്ട് എന്ന് പറയാണ്. വിൽ ഇറ്റ് ഹെൽപ്പ് മീ? ഇതെന്നെ ഹെൽപ്പ് ചെയ്യുമോ? കാറ്റെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നീം ട്രീ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ചിന്തിക്കുകയാണ്. ദ നീം ട്രീ ലുക്ക്ഡ് അറ്റ് ദ വിൻഡ് ഹോപ്പ്ഫുള്ളി. അപ്പം നീം ട്രീ ലുക്ക്ഡ് അറ്റ് ദ വിൻഡ്. വിൻഡിനെ എങ്ങനെ നോക്കുകയാണ്? എങ്ങനെ? ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷയോടെ. ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ. മൈറ്റി വിൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. മൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തനായ കാറ്റേ, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഹെൽപ്പ് ചെയ്യൂ. സേവ് ദ ലിറ്റിൽ ബേർഡ്സ് ഫ്രം ദ ഫയർ. സേവ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക അല്ലേ. ആരെയാണ്? ദ ലിറ്റിൽ ബേർഡ്സിനെ എവിടുന്ന്? ഫ്രം ദ ഫയറിനകത്തുനിന്ന് ഈ ഒരു ലിറ്റിൽ ബേർഡ്സിനെ രക്ഷിക്കൂ എന്ന് പറയാണ്. ദ നീം ട്രീ ബെഗ് ടു ദ വിൻഡ്. നീം ട്രീ ബെഗ് ചെയ്യാണ്. ബെഗ് ചെയ്യാന്ന് വെച്ചാൽ യാചിക്കുകയാണ് വിൻഡിനോട്. ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. എന്താണ്? കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരുന്നു. ദ ഫ്ലെയിംസ് ഗ്രൂ ടോളർ ആൻഡ് ടോളർ. ഫ്ലെയിംസ് അപ്പോൾ എന്താ ചെയ്യുന്നത്? ഉയരത്തിലേക്ക് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ടോളർ ആൻഡ് ടോളർ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ കത്തി പടരുകയാണ്. ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീനാളങ്ങളല്ലേ. അപ്പോൾ തീനാളങ്ങൾ എന്ത് ചെയ്യാണ്? ഉയരത്തിലേക്ക് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. സോറി ഡിയർ ഐ കാൺ ഹെൽപ്പ് യു. അപ്പോൾ കാറ്റ് പറയാണ് സോറി ഡിയർ, ക്ഷമിക്കണം, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് മൈ ഫ്രണ്ട്സ് ക്യാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു മൈ ഫ്രണ്ട്സ് ക്യാൻ, എൻ്റെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഐ വിൽ ബ്രിങ് ദം സൂൺ. എന്താ പറയുന്നത്? ഞാൻ അവരെ പെട്ടെന്ന് തന്നെ കൂട്ടിയിട്ട് വരാം. സെറ്റ് ദ വിൻഡ് ആൻഡ് ബ്ലൂ അവേ. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കാറ്റ് ബ്ലൂ അവേ, കാറ്റങ്ങ് പോയി. വൈ ഡിഡ് ദ വിൻഡ് ബ്ലൂ അവേ? എന്തുകൊണ്ടാണ് കാറ്റ് പോയത്? വൈ കാൺ ദ വിൻഡ് സ്റ്റോപ്പ് ദ ഫയർ? എന്തുകൊണ്ടാണ് കാറ്റിന് ആ ഒരു ഫയറിനെ നിർത്താൻ പറ്റാതെ പോയത്? എന്താണ് തീ അണയ്ക്കാൻ പറ്റാതെ പോയത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.
പേജ് നമ്പർ 56 നോക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഹോം ഡിഡ് ദ വിൻഡ് ബ്രിങ്? എന്താണ് ചോദ്യം? വിൻഡ് ആരെയും കൊണ്ടായിരിക്കും വരിക? നോക്കാം നമുക്ക്. ഓ, ദ വിൻഡ് ഇസ് കമ്മിങ് ബാക്ക് വിത്ത് എ ഡാർക്ക് ക്ലൗഡ്സ്. എന്താ പറയുന്നത്? ദ വിൻഡ് ഈസ് കമ്മിങ് ബാക്ക്. വിൻഡ് തിരിച്ചു വരുന്നുണ്ട് വിത്ത് ഡാർക്ക് ക്ലൗഡ്സ്. കറുത്ത മഴമേഘങ്ങളെ, ഇരുണ്ട മഴമേഘങ്ങളെയും കൊണ്ടാണ് വരുന്നത്. ദ നീം ട്രീ ലുക്ക്ഡ് അപ്പ്. ദ നീം ട്രീ എന്ത് ചെയ്തു? ലുക്ക്ഡ് അപ്പ്. മുകളിലേക്ക് നോക്കി. മുകളിലാണ്, ആകാശത്താണല്ലേ മേഘങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്താണ്? നീം ട്രീ മുകളിലേക്ക് നോക്കി. ദ ഡാർക്ക് ക്ലൗഡ്സ് വർ മൂവിങ് വൺ ആഫ്റ്റർ ദ അതർ. എന്താ പറയുന്നത്? ദ ഡാർക്ക് ക്ലൗഡ്സ്, ആ ഇരുണ്ട മഴമേഘങ്ങൾ വർ മൂവിങ്, അതിങ്ങനെ മൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ആഫ്റ്റർ ദ അതർ, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നമ്മളെ നീം ട്രീൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂവ്ഡ് ഫാസ്റ്റർ ടുവേർഡ്സ് ദ നീം ട്രീ. എന്താണ്? അവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ നീം ട്രീ. നീം ട്രീൻ്റെ അടുത്തേക്ക്. വിൽ ദ ക്ലൗഡ് സ്റ്റോപ്പ് ദ ഫയർ? ആ ക്ലൗഡ്സിന്, ആ മഴമേഘങ്ങൾക്ക് ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാൻ, തീരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. വിൽ ദേ സേവ് ദ ലിറ്റിൽ ബേർഡ്സ്? ആ ലിറ്റിൽ ബേർഡ്സിനെ അവർക്ക് സേവ് ചെയ്യാൻ, രക്ഷിക്കാൻ പറ്റുമോ ഈ മേഘങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. ദ നീം ട്രീ ലുക്ക്ഡ് ഹോപ്പ്ഫുള്ളി അറ്റ് ദ ക്ലൗഡ്സ്. അപ്പോൾ നീം ട്രീ എന്താണ്? നമ്മളുടെ മഴമേഘങ്ങളെ നോക്കുകയാണ്. ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ്. താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. വൈ ഡിഡ് ദ നീം ട്രീ ലുക്ക് ഹോപ്പ്ഫുള്ളി അറ്റ് ദ ക്ലൗഡ്സ്? എന്തുകൊണ്ടാണ് നീം ട്രീ പ്രതീക്ഷയോടുകൂടി ആ ക്ലൗഡ്സിനെ നോക്കിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ക്ലൗഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ മഴ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഹൗ വിൽ ദ ക്ലൗഡ്സ് ഹെൽപ്പ് ദ നീം ട്രീ? എങ്ങനെയാണ് ഈ ക്ലൗഡ്സ് നീം ട്രീനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫയർ? ഫയറിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് പാർട്ട്. പേജ് നമ്പർ 57 നോക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈസ് ദ ട്രീ ഹാപ്പി നൗ? ആ ഒരു ട്രീ ഹാപ്പി ആണോ? പിക്ചറിലേക്ക് നോക്കിയേ. ട്രീ ഹാപ്പി ആണോ? ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഹാപ്പിയാണ്. വൈ? എന്തുകൊണ്ടായിരിക്കും? നമുക്കവിടെ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, മഴ പെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? തീ അണഞ്ഞുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മളുടെ മരം ഹാപ്പി ആയിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. കൂൾ ബ്രീസ് ടച്ച്ഡ് ദ നീം ട്രീ. കൂൾ ബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്നൽ, ഇളം തെന്നൽ, ഇളം കാറ്റ് എന്നുള്ളതാണ്. കൂൾ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തണുത്ത കാറ്റ് അല്ലേ. ടച്ച്ഡ് ദ നീം ട്രീ, നീം ട്രീനെ തൊട്ടു. റെയിൻ സ്റ്റാർട്ടഡ് പൗറിങ് ഡൗൺ ഫ്രം ദ ഡാർക്ക് ക്ലൗഡ്സ്. എന്താ പറയുന്നത്? റെയിൻ സ്റ്റാർട്ടഡ്, മഴ തുടങ്ങി. പൗറിങ് ഡൗൺ ഫ്രം ദ ഡാർക്ക് ക്ലൗഡ്സ്, അതായത് ഡാർക്ക് ക്ലൗഡ്സ്, കറുത്ത മഴമേഘങ്ങളിൽ നിന്ന് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ ലീവ്സ് ഓഫ് ദ നീം ട്രീ. അതായത് എന്താണ്? റെയിൻ ഡ്രോപ്സ്, അതായത് മഴത്തുള്ളികളല്ലേ. ഫെൽ ഓൺ ദ ലീവ്സ് ഓഫ് ദ നീം ട്രീ. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ. നീം ട്രീൻ്റെ ഇലകളുടെ മുകളിൽ വന്നിട്ട് അങ്ങനെ എന്താണ്? പതിയാൻ തുടങ്ങി, വീഴാൻ തുടങ്ങി. വാട്ടർ വാസ് ഫ്ലോയിങ് ഡൗൺ ദ ബ്രാഞ്ചസ്. വാട്ടർ വാസ് ഫ്ലോയിങ്, വെള്ളം ഒഴുകുകയാണ്. ആ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ്, അതായത് എന്താണ്? ശിഖരങ്ങളുടെ, കൊമ്പിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. ദ ഫ്ലെയിംസ് ബിക്കെയിം ഷോർട്ടർ ആൻഡ് ഷോർട്ടർ. എന്താണ്? ദ ഫ്ലെയിംസ്, തീനാളങ്ങൾ, ബിക്കെയിം ഷോർട്ടർ ആൻഡ് ഷോർട്ടർ, ചെറുതായി വന്നു അല്ലേ. അപ്പം മഴ പെയ്യുന്നതിനനുസരിച്ച് എന്താണ്? തീ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ദ റെയിൻ പുട്ട് ഔട്ട് ദ ഫയർ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക, അണയ്ക്കുക എന്നൊക്കെയുള്ളതാണ്. മഴ എന്ത് ചെയ്തു? ദ റെയിൻ പുട്ട് ഔട്ട് ദ ഫയർ, നമ്മളുടെ തീയെ അണച്ചു എന്ന് പറയാണ്. മൈ ഡിയർ റെയിൻ, എൻ്റെ പ്രിയപ്പെട്ട റെയിൻ, യു ഹീൽഡ് മൈ ബേൺസ്. നീയാണ് എൻ്റെ എന്താണ്? ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളൽ. അപ്പോൾ ആ ഒരു പൊള്ളൽ ഹീൽ ചെയ്തത്, ശമിപ്പിച്ചത് നീയാണ് എന്ന് പറയുകയാണ് മഴയിനോട്. ദ ട്രീ സ്വേഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. സ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കുക. ട്രീ അതിൻ്റെ എന്താണ്? ബ്രാഞ്ചസ്, ശിഖരങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി എന്ന് പറയാണ്. ദ ഡാർക്ക് ക്ലൗഡ്സ് സേവ്ഡ് അസ്. എന്താ പറയുന്നത്? ഡാർക്ക് ക്ലൗഡ്സ്, കറുത്ത മഴമേഘങ്ങൾ, സേവ്ഡ് അസ്, ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട് വിൽ ദ ലിറ്റിൽ ബേർഡ്സ് ഡു? ഇനി ആ ലിറ്റിൽ ബേർഡ്സ് എന്താണ് ചെയ്യുക? വിൽ ദേ സീ ദെയർ മദർ? അവരവരുടെ അമ്മേനെ കാണുമോ? മദർ സ്പാരോനെ കാണുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതോ, വേർ ഈസ് ദ മദർ സ്പാരോ നൗ? ഇപ്പോൾ മദർ സ്പാരോ എവിടെയാണ് ഉള്ളത്? ഇത്രയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം.
ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ആണല്ലേ ഉള്ളത്. വാട്ട് ഈസ് ദ ബേർഡ് ടെല്ലിങ് ദ വിൻഡ് ആൻഡ് ദ ക്ലൗഡ്സ്? വിൻഡിനോടും കാറ്റിനോടും ക്ലൗഡ്സിനോടും മഴമേഘങ്ങളോടും ആ ഒരു അമ്മ പക്ഷി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നന്ദി പറഞ്ഞതായിരിക്കും അല്ലേ, തൻ്റെ കുഞ്ഞുങ്ങളെ എന്താണ് ആ ഒരു ഫയറിൽ നിന്ന് രക്ഷിച്ചതിനല്ലേ. നമുക്ക് നോക്കാം. ചിൽഡ്രൻ, മൈ ചിൽഡ്രൻ, വേർ ആർ യു? അപ്പോൾ അമ്മ പക്ഷി പറയാണ്, മക്കളെ, എൻ്റെ മക്കളെ, വേർ ആർ യു, നിങ്ങൾ എവിടെയാണോ എന്ന് ചോദിക്കുകയാണ്. മദർ സ്പാരോ ഫ്ലൂ ടുവേർഡ്സ് എ നീം ട്രീ. മദർ സ്പാരോ എന്ത് ചെയ്തു? ഫ്ലൂ ടുവേർഡ്സ് എ നീം ട്രീ. നീം ട്രീൻ്റെ അടുത്തേക്ക് പറന്നുപോയി. കീ 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 ദ മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ദ ലിറ്റിൽ സ്പാരോസ്. എന്താണ് കീ 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 എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദമാണ്. ദ മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ദ ലിറ്റിൽ സ്പാരോസ്. ആ ലിറ്റിൽ സ്പാരോസ് കരയുന്നത് അമ്മക്കിളി എന്ത് ചെയ്തു? കേട്ടു. ഷീ വെൻറ്റ് ടു ദ നെസ്റ്റ് ആൻഡ് ഹഗ്ഡ് ഹെർ ലിറ്റിൽ വൺസ്. എന്താ പറയുന്നത്? ഷീ വെൻറ്റ് ടു ദ നെസ്റ്റ്. നെസ്റ്റ് പറഞ്ഞാൽ കൂടല്ലേ, കൂടിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടോ ആൻഡ് ഹഗ്ഡ് ഹെർ ലിറ്റിൽ വൺസ്. ഹഗ്ഡ് മീൻസ് എന്താണ്? ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. ആരാണ് കെട്ടിപ്പിടിച്ചത്? ഹെർ ലിറ്റിൽ വൺസ്, അവളുടെ കുഞ്ഞുങ്ങളെ. യു സേവ്ഡ് മൈ ചിൽഡ്രൻ, താങ്ക് യു ഡിയർ നീം ട്രീ, ദ മദർ ബേർഡ് സെറ്റ്. എന്താ പറഞ്ഞത്? യു സേവ്ഡ് മൈ ചിൽഡ്രൻ, നീയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. താങ്ക് യു ഡിയർ നീം ട്രീ, നീം ട്രീനോട് നന്ദി പറയാണ്. ആര്? ദ മദർ ബേർഡ് സെറ്റ്. മദർ ബേർഡ് പറഞ്ഞു. നോ മൈ ഡിയർ. അപ്പം എന്താണ്? നീം ട്രീ പറയാണ്, നോ മൈ ഡിയർ, ഞാനല്ല. ദ ക്ലൗഡ്സ് സേവ്ഡ് യുവർ ചിൽഡ്രൻ. അപ്പോൾ പറയാണ്, ക്ലൗഡ്സ് ആണ്, മഴമേഘങ്ങളാണ് നിൻ്റെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തത്, രക്ഷിച്ചത് എന്ന് നീം ട്രീ പറയാണ്. ദ മദർ സ്പാരോ ലുക്ക്ഡ് അറ്റ് ദ സ്മൈലിംഗ് ക്ലൗഡ്സ്. ദ മദർ സ്പാരോ ലുക്ക്ഡ്, നോക്കി, എങ്ങോട്ട്? അറ്റ് ദ സ്മൈലിംഗ് ക്ലൗഡ്സ്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മഴമേഘങ്ങളെ നോക്കി. എന്നിട്ടോ മേഘങ്ങൾ പറയാണ്, നോട്ട് മീ, ദ വിൻഡ് ബ്രോഡ് മീ ഹിയർ. എന്താ പറഞ്ഞത്? ദ വിൻഡ്, കാറ്റാണ്, ബ്രോഡ് മീ ഹിയർ, ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത് എന്ന് ആര് പറയാണ്? മഴമേഘങ്ങൾ പറയാണ്. ദ ക്ലൗഡ് സ്മൈൽഡ് ആൻഡ് മൂവ്ഡ് അവേ. അപ്പോൾ ആ മഴമേഘങ്ങൾ എന്ത് ചെയ്തു? ചിരിച്ചു. സ്മൈൽഡ് ആൻഡ് മൂവ്ഡ് അവേ, എന്നിട്ട് അങ്ങ് പോയി. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി? നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഹൂ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? അത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.